BJP രാജ്യത്ത് വളരെ വലിയ ശക്തമായ ഒരു മുന്നണിയാണ്. BJP നേതൃത്വം കൊടുക്കുന്ന NDA ആണ് ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ശക്തി കാട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ BJPക്ക് ഒരുപാട് അണികളും പ്രവർത്തകരുമൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ നിയമസഭയിലോ ലോക്സഭയിലോ വിജയിക്കുവാൻ കഴിയുന്നില്ല എന്നത് ഒരു വലിയ വിമർശനത്തിന് BJP കേരള ഘടകത്തിന് വഴിവെക്കുന്നുണ്ട്. നമുക്കറിയാം, നേമത്ത് രാജഗോപാൽ വിജയിച്ചുവെങ്കിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ സീറ്റ് കൂടി BJPക്ക് നഷ്ടപ്പെട്ടു. നേമത്ത് CPM പ്രതിനിധിയായി വന്ന V ശിവൻകുട്ടിയാണ് വിജയിച്ച് കയറിയത്. 35 സീറ്റ് പിടിച്ച് കേരളത്തിൽ ഭരണം BJP പിടിക്കുമെന്നൊക്കെ BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിലും സംപൂജ്യരാകാനായിരുന്നു അവരുടെ വിധി. ശബരിമല വിഷയം ആളിക്കത്തിച്ച് CPM വിരോധമുണ്ടാക്കി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുവാനുള്ള BJPയുടെ ശ്രമങ്ങളെല്ലാം പാളി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തിയതോടുകൂടി ദേശീയ തലത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും UPA ഗവൺമെന്റ് വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാകണം എന്നൊരു വികാരം, ശബരിമല വികാരം BJP ആളി കത്തിച്ചതിന്റെ പ്രയോജനമൊക്കെ കൊണ്ട് 19 സീറ്റ് 20-ൽ 19 സീറ്റ് UDFന് നേടാനും കഴിഞ്ഞു. BJPക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ വളരെ രൂക്ഷമാണ്. ഒരു പരിധിവരെ മാത്രമേ അവ മറ നീക്കി പുറത്തു വരുന്നുള്ളൂ. എന്നാലും BJPക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ നമുക്കെല്ലാം അറിവുള്ളതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെയും കേന്ദ്രമന്ത്രി V മുരളീധരനെതിരെയും ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നവരുണ്ട്. ഇവർക്കെതിരെയുള്ള പരാതികളുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുവാൻ ഒരുങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട് താനും. ഇവിടെയാണ് ഇനി BJPയുടെ കേരളത്തിന്റെ മുഖം ആരായിരിക്കും എന്ന് ചോദ്യം ഉയരുന്നത്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്നാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം പറയുന്നത്. ആ പേരാണ് സുരേഷ് ഗോപി. നമ്മുടെ എല്ലാം ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി BJP രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും കേന്ദ്ര നേതൃത്വവുമായി അദ്ദേഹത്തിന് വളരെ വലിയ ബന്ധവുമാണുള്ളത്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുന്നതും അമിത്ഷായെ സന്ദർശിക്കുന്നതും ഒക്കെ ഏറെ ചർച്ചകളിൽ ഇടം പിടിക്കാറുമുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യത്വത്തിന്റെ മുഖമുള്ള മനുഷ്യനായാണ് സുരേഷ് ഗോപിയെ പൊതുജനങ്ങൾ നോക്കിക്കാണുന്നത്. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ സുരേഷ് ഗോപി പലതവണ മത്സരിച്ചുവെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെയെല്ലാം ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കുവാൻ, അവിടുത്തെ വിജയിയെ നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാകുവാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. അതുകൂടാതെ രാജ്യസഭാ MP എന്ന നിലയിൽ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ, പ്രകടനങ്ങൾ ഒരുപാട് കയ്യടികൾ നേടിയിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ മലയാളികൾക്കിടയിലുണ്ട്. അദ്ദേഹത്തിന്റെ മനുഷ്യത്വം, അദ്ദേഹം പാവപ്പെട്ട ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ, അദ്ദേഹം ഒരു രാജ്യസഭാ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് വിനിയോഗം, ഇതെല്ലാം ആളുകൾക്കിടയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. മാത്രവുമല്ല, പൊതുസമ്മതനായ ഒരു നേതാവ് എന്ന നിലയിൽ സുരേഷ് ഗോപിയെ ഭാവിയിൽ BJPയുടെ മുഖമായി, BJPയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായാണ് ദേശീയ നേതൃത്വം കാണുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ 2 വർഷം തികയ്ക്കുകയാണ്. 1 വർഷം കൂടി അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. സുരേന്ദ്രന് ശേഷം സുരേഷ് ഗോപി BJPയുടെ അധ്യക്ഷനായി വരാൻ പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. ഉടനെ തന്നെ അമിത്ഷായുടെ കേരള സന്ദർശനമുണ്ട്. ഈ കേരള സന്ദർശന വേളയിൽ ഇതിനുള്ള സൂചനകൾ അദ്ദേഹം തന്നെ നൽകുമെന്നാണ് അനൗദ്യോഗികമായി നമുക്ക് കിട്ടുന്ന വാർത്തകൾ. കേരള BJP ഘടകത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർക്ക് ഒരുപാട് സീറ്റുകൾ വിജയിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും നിയമസഭയിലോ ലോക്സഭയിലോ അവർക്ക് പ്രാതിനിധ്യം ഇല്ലാതെ വരുന്നത് ഒരു വളരെ വലിയ പ്രതിസന്ധിയാണ് കേരള ഘടകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ BJPയോട് ചേർത്ത് നിർത്താൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു നേതൃത്വം കേരളത്തിനില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എപ്പോഴും ഉയർന്നു വരാറുണ്ട്. നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അമിത്ഷായെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ BJPയോട് ആഭിമുഖ്യം പുലർത്തുന്നുണ്ട് എങ്കിലും കേരളത്തിൽ നിന്നും അത്തരത്തിലൊരു നേതാവ് ഇല്ല എന്നത് ഒരു കുറവ് തന്നെയാണ്. ആ കുറവ് നികത്തുന്നതിനാണ് ആളുകളുടെ ഇഷ്ടപ്പെട്ട സിനിമാ താരവും രാഷ്ട്രീയക്കാരനും ഒക്കെയായ സുരേഷ് ഗോപിയുടെ മുഖം സംസ്ഥാന പ്രസിഡന്റായി അവർ അവതരിപ്പിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി അവസാനമായി ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വിഷുവിന് കൈനീട്ടം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. കേരളത്തിലുടനീളം പ്രധാനമായും തൃശ്ശൂരും തിരുവനന്തപുരവും കേന്ദ്രീകരിച്ച് വിഷുവിന്
സുരേന്ദ്രന് കൈനീട്ടം കൊടുക്കുന്ന പദ്ധതി അദ്ദേഹം നടത്തുകയുണ്ടായി. എന്നാൽ അതിൽ ചില വിവാദങ്ങളുണ്ടായി. അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് തൊഴുന്നതിനെ പറ്റിയൊക്കെ കുറെ വിവാദങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ആ പദ്ധതിയുമായി അദ്ദേഹം മുന്നോട്ട് പോയി. വിഷു കഴിഞ്ഞതിന് ശേഷവും ആളുകൾ കൈനീട്ടം ചോദിച്ചു വരുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഇത്തരം പദ്ധതികളിലൂടെ ജനമനസ്സുകളിലേക്ക് അവരുടെ നേതാവിന്റെ മുഖം, കരുണയുള്ള ഒരു മനുഷ്യന്റെ മുഖമായി അല്ലെങ്കിൽ ഒരു നല്ല നേതാവായി സുരേഷ് ഗോപി ഉയർത്തപ്പെടുകയാണ്. ഇതിനെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അടുത്ത വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP നേരിടുന്നത് സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. BJPയുടെ പാർട്ടി ഘടകത്തിനുള്ളിൽ സുരേഷ് ഗോപി എന്ന നേതാവിനെ അംഗീകരിക്കാത്ത ഒട്ടനവധി പേരുണ്ട്. പല പാർട്ടി പരിപാടികളിലും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നാൽ ഇനി പാർട്ടി പരിപാടികൾ അദ്ദേഹം സജീവമാകുന്നു. മലയാള സിനിമയിലേക്ക് അദ്ദേഹം വളരെ സജീവമായുള്ള തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ഒട്ടനവധി ചിത്രങ്ങൾ ഇറങ്ങുവാനുണ്ട്. K. സുരേന്ദ്രൻ പ്രസിഡന്റായി അടുത്ത ഒരു വർഷം തുടരുകയും ഒരു വർഷത്തിന് ശേഷം സുരേഷ് ഗോപി കേരളത്തിൻ്റെ BJPയുടെ മുഖമായി, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും പരമാവധി സീറ്റുകൾ വിജയിച്ചു കയറുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് BJP കേരള ഘടകത്തിനും കേന്ദ്ര ഘടകത്തിനുമുള്ളത്. K. സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുന്ന BJPയെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യം ഇവിടുത്തെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് K. സുരേന്ദ്രന്റെ പോസ്റ്റിലേക്ക് സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നത്. എന്തായാലും സുരേന്ദ്രന്റെ കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും സുരേഷ് ഗോപി BJP അധ്യക്ഷനായി കടന്നു വരിക എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.